three mistakes in job descriptions. The first common mistake is vague job descriptions. ഒരു ജോബിന് വേണ്ടി കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്ന് പറയുന്ന സ്റ്റെപ്പാണ് വേണ്ടത്. ജോബ് ഡിസ്ക്രിപ്ഷൻസ് ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് വേണ്ട കാൻഡിഡേറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വളരെയധികം സമയമെടുത്തേക്കാം. ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ വളരെ കൃത്യമായി അവരുടെ ജോലി എന്താണ്, എക്സ്പീരിയൻസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എഴുതണം. രണ്ടാമത്തെ പ്രധാന മിസ്റ്റേക്ക് റഷിംഗ് ഹയർ ആണ്. അഥവാ ടാലന്റ് അക്വിസിഷൻ ടീമുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് ഒരാളെ ഹയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു കാൻഡിഡേറ്റിനെ ഹയർ ചെയ്യാനുള്ള പ്രഷർ അവർക്ക് പല ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇത്തരത്തിൽ പെട്ടെന്ന് ഇന്റർവ്യൂ നടത്തി തട്ടിക്കൂട്ടി ഒരു ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ ഒരു കാൻഡിഡേറ്റിനെ കടത്തിവിടുമ്പോൾ വളരെ വ്യക്തമായി ആ കാൻഡിഡേറ്റിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. മൂന്നാമത്തെ പ്രധാന പ്രശ്നം, ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളുടെ ഗട്ട് ഫീലിംഗിൽ മാത്രം വിശ്വസിക്കുന്നത്. അതായത് നമ്മളുടെ കൾച്ചറൽ അലൈൻമെന്റിന് വേണ്ടി ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ ആ കാൻഡിഡേറ്റ്സിനെ കടത്തിവിടാതെ തന്നെ ഇന്റർവ്യൂവർക്ക് ഗട്ട് ഫീലിംഗ് എന്ത് തോന്നുന്നു ആ ഫീലിംഗിനെ ബേസ് ചെയ്ത് മാത്രം ഒരു കാൻഡിഡേറ്റിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് പാളി പോവാറാണ് പതിവ്.